ഹലോ എവരിവൺ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മണി സപ്ലൈയെ പറ്റിയിട്ടായിരുന്നു. മണി ആൻഡ് ബാങ്കിങ് എന്ന ടോപ്പിക്കിലെ മെഷർമെന്റ് ഇൻ മണി സപ്ലൈ വരെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ മെഷർമെന്റ് ഇൻ മണി സപ്ലൈ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു M1, M2, M3, M4 അങ്ങനെ 4 മെഷേഴ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് പറഞ്ഞപ്പോ പറഞ്ഞു ചിലപ്പോ ഇക്വേഷൻ രൂപത്തിലും ചോദിക്കാം. ഐഡന്റിഫൈ ദ M3 ഫ്രം ദീസ് ഇക്വേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു തരത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഇക്വേഷൻ രൂപത്തിലുള്ളത് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായിരുന്നു? തിയറട്ടിക്കൽ രീതിയിലാണ്. ഇതിപ്പോ അതിന്റെ ഇക്വേഷൻ ആണ്. നമുക്ക് ഒന്നുമില്ല, ഇക്വേഷൻ ആയിട്ടൊന്നും ഇല്ല, ജസ്റ്റ് അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പൊ TD ആണെങ്കിൽ ടൈം ഡിപ്പോസിറ്റ് ആണ്, PO പോസ്റ്റ് ഓഫീസ് ആണ്. അത്തരത്തിലുള്ള ഷോർട്ട് കട്ട്സ് അത്രയേ ഉള്ളൂ. അപ്പം ഇതിൽ പറയുന്നത് മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള, ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പെട്ടെന്ന് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് ലിക്വിഡ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ക്യാഷ് ആണെന്നും പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത് M1 നും M2 നും ആണ്. M1 നും M2 നും ആണ് മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ളത്. അതിനെ നമ്മൾ നാരോ മണി എന്ന് വിളിച്ചു. ലെസ് ലിക്വിഡ് ആയിട്ടുള്ളത്, അതായത് ബ്രോഡ് മണി എന്ന് വിളിക്കുന്നത്, പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റാത്തത്, അതാണ് ബ്രോഡ് മണി അഥവാ ലെസ് ലിക്വിഡ് എന്ന് പറയുന്നത്. M3 യും M4 ഉം ആണ്. അപ്പൊ ഐഡന്റിഫൈ ദ ബ്രോഡ് മണി എന്ന് ചോദിച്ചാൽ M3 ആൻഡ് M4 ആണ്. ഐഡന്റിഫൈ ദ നാരോ മണി എന്ന് ചോദിച്ചാൽ മോസ്റ്റ് ലിക്വിഡ്, ഏറ്റവും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ളത്, പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റുന്നത് M1 ഉം M2. ഓക്കെ, അപ്പൊ നമുക്ക് അത് നോക്കാം. മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ളത് M1 ഉം M2. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ തിയറട്ടിക്കൽ വേർഷൻ ആയിട്ട് പഠിച്ചു. എന്താണ്? കറൻസി ഇൻ സർക്കുലേഷൻ പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് പ്ലസ് അതർ ഡിപ്പോസിറ്റ്സ് എന്ന് കൂടിയാണ് നമ്മൾ പഠിച്ചത്. ചില ഇക്വേഷനിൽ നമ്മൾ ഇത്രയേ കാണത്തുള്ളൂ. M1 എന്ന് പറയുമ്പോൾ അതർ ഡിപ്പോസിറ്റ്സ് OD എന്നുള്ളത് കൊടുക്കത്തില്ല. പക്ഷെ ചിലപ്പം ഇതിൽ പ്ലസ് OD ഇവിടെ വരാം. ഓക്കെ, പ്ലസ് OD ഇവിടെ വരാം. ചിലയിടത്ത് CU പ്ലസ് DD എന്നേ ഉണ്ടാവും. കറൻസി ഇൻ സർക്കുലേഷൻ പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ്. അപ്പൊ ഇങ്ങനെ കണ്ടാലും ഏത് തന്നെയാണ്? M1 ആണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഓക്കെ, M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി ഇൻ സർക്കുലേഷൻ പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പഠിച്ച M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M1 പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ് ആണ് പഠിച്ചു. അപ്പം ഡയറക്റ്റ് ചിലപ്പോ M1 പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ് എന്ന് ആയിരിക്കും ഇതിൽ ഇക്വേഷനിൽ കിടക്കുന്നത്. എന്തായിരിക്കും കിടക്കുന്നത്? CU പ്ലസ് DD പ്ലസ് PO സേവിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കേട്ടിട്ടില്ലല്ലോ എന്നൊരു കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ഇനി ലെസ് ലിക്വിഡ് ആയിട്ടുള്ളത് M3 യും M4 ഉം ആണ്. M3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താന്നാ പഠിച്ചത്? M1 പ്ലസ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ടൈം ഡിപ്പോസിറ്റ് എന്നാ പഠിച്ചത്. M1 പ്ലസ്, M1 എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻസി ഇൻ സർക്കുലേഷൻ പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് പ്ലസ് ടൈം ഡിപ്പോസിറ്റിനെയാണ് നമ്മൾ M3 എന്ന് വിളിക്കുന്നത്. ഓക്കെ, M3 കറൻസി ഇൻ സർക്കുലേഷൻ പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് പ്ലസ് ടൈം ഡിപ്പോസിറ്റ്. അപ്പൊ ഐഡന്റിഫൈ ദ M3 ഫ്രം ദീസ് ഇക്വേഷൻസ് ചോദിച്ചാൽ ഏതാ ഐഡന്റിഫൈ ചെയ്യണ്ടേ? CU പ്ലസ് DD പ്ലസ് TD. അത് ഏത് രൂപത്തിലാണ് കൊടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. M4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നാ പഠിച്ചത്? M3 പ്ലസ് all post office saving and organizational deposits and excluded NSE. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ മൈനസ് കൊടുത്തിരിക്കുന്നത് എല്ലാ പോസ്റ്റ് ഓഫീസും, അപ്പം സേവിങ്സ് അക്കൗണ്ട്സും. അപ്പം CU കറൻസി ഇൻ സർക്കുലേഷൻ പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് പ്ലസ് ഇവിടെ ഒരു TD കൂടെ ഉണ്ടേ, അത് ഇക്വേഷനിൽ ഇട്ടുപോയതാണ്, പ്ലസ് TD, അതായത് M3 പ്ലസ് എന്നല്ലേ. അപ്പൊ ടൈം ഡിപ്പോസിറ്റിന്റെ എല്ലാ പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ടുകളുണ്ട്. NSE ഇല്ല. NSE എന്താണെന്നറിയാമോ? നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ആണ് NSE. നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ എല്ലാ പോസ്റ്റ് ഓഫീസും സേവിങ് അക്കൗണ്ട് കൂട്ടും, പക്ഷെ NSE കൂട്ടില്ലെന്ന് പറഞ്ഞു. NSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മള് ഇപ്പൊ കുറച്ച് പൈസ ഇടുകയാണ് പോസ്റ്റ് ഓഫീസിൽ, നമുക്ക് അത് ഇത്ര ടൈം കഴിയുമ്പം ഇത്ര ഇരട്ടിയായി കിട്ടും, അല്ലെങ്കിൽ ഇത്ര ഇൻട്രസ്റ്റോട് കൂടി കിട്ടും എന്ന് പറയുന്നില്ലേ, അതാണ് നാഷണൽ സേവിങ് NSE അക്കൗണ്ട്. അപ്പൊ NSE നമ്മൾ നോക്കത്തില്ല M4 ല്. CU പ്ലസ് DD പ്ലസ് ടൈം ഡിപ്പോസിറ്റ് പ്ലസ്
ഓൾ പോസ്റ്റ് ഓഫീസ് സേവിങ് ആൻഡ് ഓർഗനൈസേഷണൽ ഡിപ്പോസിറ്റുകളാണ് നോക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് തിയറട്ടിക്കൽ വേർഷനിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഇത് നോർമലി PSC എക്സാമിൽ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ഇത് രണ്ട് രീതിയിൽ ഏതാണ് എളുപ്പം, ചിലപ്പം ചിലർക്ക് ഈ ഇക്വേഷൻ കാണുമ്പോൾ ഇതായിരിക്കും പഠിച്ചു വെക്കാൻ എളുപ്പം, ചിലർക്ക് തിയറട്ടിക്കൽ. എന്തായാലും CU കാണുമ്പോൾ കറൻസി ഇൻ സർക്കുലേഷൻ ആണ്, DD ടൈം ഡിപ്പോസിറ്റ് ആണ്, ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആണ്, TD ടൈം ഡിപ്പോസിറ്റ് ആണ്, OPO എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് സേവിങ് ആണ്, NSC നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മെഷർമെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഡിറ്റർമിനൻസ് ഇൻ മണി സപ്ലൈ ആണ്. മണി സപ്ലൈയിലേക്ക് നയിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു പബ്ലിക്കിന്റെയും കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലെയും പൈസ നോക്കിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? മണി സപ്ലൈ ചെയ്യുന്നത്. ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിമാൻഡ് നോക്കിയിട്ടാണ് നമ്മൾ ആ ഗുഡ് സപ്ലൈ ചെയ്യുന്നത് ഒരു എക്കോണമിയിൽ. അതുപോലെയാണ് മണി സപ്ലൈ. അപ്പൊ മണി സപ്ലൈയെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് തീരുമാനിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. മണി സപ്ലൈ തീരുമാനിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആരൊക്കെയത്? ഹൈ പവേർഡ് മണിയും മണി മൾട്ടിപ്ലയറും. ഹൈ പവേർഡ് മണി, മണി മൾട്ടിപ്ലയർ. ചില PSC എക്സാമുകളിൽ ഈ പേര് കേട്ടിട്ടുണ്ടാവും, ഹൈ പവേർഡ് മണി അല്ലെ? അപ്പൊ the current practice is to explain the determinant of money supply in terms of monetary base or high powered money and money multiplier. ഈ monetary base എന്ന് പറഞ്ഞാലോ high powered money എന്ന് പറഞ്ഞാലോ സെയിം ആണ് and money multiplier. അപ്പൊ നമുക്ക് മണി സപ്ലൈ തീരുമാനിക്കുന്ന രണ്ട് ഡിറ്റർമിനൻസ് ആരൊക്കെയാണ്? മോണിറ്ററി ബേസ് അല്ലെങ്കിൽ ഹൈ പവേർഡ് മണി ആൻഡ് മണി മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പൊ എന്താണ് ഹൈ പവേർഡ് മണി, എന്താണ് ഈ മണി മൾട്ടിപ്ലയർ? ഇവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം എന്താണ് ഹൈ പവേർഡ് മണി എന്ന് നോക്കാം. ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കുന്നതിന് മുമ്പ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലയബിലിറ്റി ഓഫ് മോണിറ്ററി അതോറിറ്റി ആണ് ഹൈ പവേർഡ് മണി. എന്താണ് ഹൈ പവേർഡ് മണി? എച്ച് മണി എന്ന് പറഞ്ഞാൽ ഹൈ പവേർഡ് മണി തന്നെയാണ്. എച്ച് മണി, എച്ച് തിയറി എന്നൊക്കെ പറഞ്ഞാൽ ഹൈ പവേർഡ് മണി തന്നെയാണ്. അപ്പൊ എച്ച് മണിയിൽ എന്താ പറയുന്നത്? ലയബിലിറ്റി ഓഫ് മോണിറ്ററി അതോറിറ്റി. മോണിറ്ററി അതോറിറ്റിയുടെ ലയബിലിറ്റി ആണ്. എന്ത് ലയബിലിറ്റി ആണ്? മോണിറ്ററി അതോറിറ്റി അഥവാ സെൻട്രൽ ബാങ്കിന് ഒരു ലയബിലിറ്റി ഉണ്ട്. എന്ത് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാധ്യതയുണ്ട്. എന്ത് ബാധ്യതയാ? പബ്ലിക്കിനും കൊമേഴ്ഷ്യലും ബാങ്കിനും റിസർവ് കൊടുക്കുക അല്ലെ, പൈസ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലയബിലിറ്റി. അവരുടെ ബാധ്യത അതാണല്ലോ, പബ്ലിക്കിനും കൊമേഴ്ഷ്യൽ ബാങ്കിനും. എന്നാ ഒരുപാട് പൈസ അങ്ങോട്ട് സപ്ലൈ ചെയ്ത് ഇറക്കുകയാണോ? ആണോ? എന്നാ പിന്നെ ആർക്കും പൈസക്ക് ബുദ്ധിമുട്ടും വരില്ല, ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അങ്ങനെയാണോ? അല്ല, ഇതിനൊരു കണക്കുണ്ട് അല്ലെ. അത് തീരുമാനിക്കുന്ന ആരാണ്? ഹൈ പവേർഡ് മണി, മണി മൾട്ടിപ്ലയറും ആണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഹൈ പവേർഡ് മണി ലയബിലിറ്റി ഓഫ് മോണിറ്ററി അതോറിറ്റി ആണ്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ ഹൈ പവേർഡ് മണിയാണ് ലയബിലിറ്റി ഓഫ് മോണിറ്ററി അതോറിറ്റി. എന്താണ് അവരുടെ ലയബിലിറ്റി? പബ്ലിക്കിനും കൊമേഴ്ഷ്യൽ ബാങ്കിനും കൊടുക്കേണ്ടതാണ്. മോണിറ്ററി അതോറിറ്റിയുടെ റിസർവ് കൊടുക്കുക എന്നുള്ളതാണ് മോണിറ്ററി അതോറിറ്റിയുടെ ബാധ്യത. ഓക്കെ, high powered money is the sum of commercial bank reserve and currency held by public. അപ്പൊ high powered money എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെയും റിസർവും പബ്ലിക്കിന്റെ കയ്യിലുള്ള കറൻസിയും, ഇതിന്റെ രണ്ടിന്റെയും സം ആണ് ഹൈ പവേർഡ് മണി. ഓക്കെ ആണോ? ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ റിസർവും കറൻസി ഹെൽഡ് ബൈ പബ്ലിക്, പബ്ലിക്കിന്റെ കയ്യിലുള്ള കറൻസി, ഇതിന്റെ രണ്ടിന്റെയും ആകെ തുകയാണ് ഹൈ പവേർഡ് മണി. അപ്പൊ ഇത് ആരുടെ ഡ്യൂട്ടിയാണ് കൊടുക്കേണ്ടത്? മോണിറ്ററി അതോറിറ്റി അഥവാ സെൻട്രൽ ബാങ്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, high powered money is the base for the expansion of bank deposit and creation of money supply. ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യേറ്റീവ് ആണ്. അതായത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? എത്ര മണി സപ്ലൈ ക്രിയേറ്റ് ചെയ്യണം, എത്ര ബേസ് ബാങ്ക് ഡിപ്പോസിറ്റ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ബേസ് എത്രയാണ് വേണ്ടത്, എത്രയൂടെ വന്നാലാണ് മണി സപ്ലൈ വരേണ്ടത്, എത്രയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇതെല്ലാം തീരുമാനിക്കുന്ന ബേസ് എന്ന് പറയുന്നത് ഹൈ പവേർഡ് മണിയാണ്. എത്ര ക്രിയേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുക ഹൈ പവേർഡ് മണിയാണ്. ഓക്കെ, അപ്പം
ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോണിറ്ററി അതോറിറ്റിയുടെ ലയബിലിറ്റി ആണ് അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ റിസർവും കറൻസി ഹെൽഡ് ബൈ പബ്ലിക്. കൊമേഴ്ഷ്യൽ ബാങ്കിന് വേണ്ട റിസർവ് എത്രയാണ്, അതുപോലെ പബ്ലിക്കിന് വേണ്ടത് എത്രയാണ്, ഇത് നോക്കുന്നതാണ് ഹൈ പവേർഡ് മണി. ഓക്കെ ആണോ? The use of high-powered money consists of demand of commercial bank for the legal limit or required reserve with the central bank and excess reserve and demand of public for currency. ഈ ഹൈ പവേർഡ് മണിയുടെ യൂസിനകത്ത് എന്തൊക്കെയാ വരുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഡിമാൻഡ് അല്ലെ, കൊമേഴ്ഷ്യൽ ബാങ്കിന് എത്ര വേണം, അവർക്ക് വേണ്ട റിക്വയർഡ് റിസർവ്, ആവശ്യമായിട്ടുള്ള റിസർവ് തുക എത്രയാണ്, അതാരാ കൊടുക്കുന്നത്? ഇത് സെൻട്രൽ ബാങ്കുമായിട്ട് ആണല്ലേ, സെൻട്രൽ ബാങ്ക് ആണ് കൊടുക്കുന്നത്. അതുപോലെ എക്സസ് റിസർവ്, നമ്മൾ എപ്പോഴും റിക്വയർഡ് റിസർവും എക്സസ് റിസർവും നോക്കും. അതായത് റിക്വയർഡ് റിസർവ് ആവശ്യമായിട്ടുള്ള അത്രയും റിസർവ്, അത് കൂടാതെ എക്സസ് റിസർവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതാണ് എക്സസ് റിസർവ്. അപ്പം ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നോക്കുന്നത്? ഇത് ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് പറയാം. H equal to C plus RR plus ER. അപ്പൊ നമ്മളോട് കറക്റ്റ് ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യുക ഹൈ പവേർഡ് മണിയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇക്വേഷനാണ് കൊടുക്കണ്ടേ? H equal to C plus RR plus ER. C നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് കറൻസി ആണ്, എത്ര കറൻസി പബ്ലിക്കിന് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത്. RR റിക്വയർഡ് റിസർവ് എത്രയാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്. ER എക്സസ് റിസർവ് എത്ര കൂടെ വേണം. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ മണി ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മണി സപ്ലൈക്ക് വേണ്ട ബേസ് എന്ന് പറയുന്നത് ഹൈ പവേർഡ് മണിയാണ്. ഹൈ പവേർഡ് മണിയിൽ എന്തൊക്കെ വരുന്നത്? കറൻസി, പബ്ലിക്കിന് എത്ര കറൻസി വേണം, അതുപോലെ റിക്വയർഡ് റിസർവ്, കൊമേഴ്ഷ്യൽ ബാങ്കിന് വേണ്ട റിക്വയർഡ് റിസർവ്, ER എക്സസ് റിസർവ്, ഇത് മൂന്നും നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ ആണോ? അടുത്തത് മണി മൾട്ടിപ്ലയർ. അപ്പൊ ഹൈ പവേർഡ് മണിയും ഹൈ പവേർഡ് മണി ഓർ മോണിറ്ററി ബേസ് എന്ന് പറയും കേട്ടോ. അതായത് ബേസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് മണി സപ്ലൈ. എന്തിന്റെ ബേസ് ആണ്? മണി സപ്ലൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ബേസ് ആണ് ഹൈ പവേർഡ് മണി. മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? മണി മൾട്ടിപ്ലയർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? M/H ആണ് മണി മൾട്ടിപ്ലയർ. അതായത് മണി സപ്ലൈ എത്രയുണ്ട് ഡിവൈഡഡ് ബൈ ഹൈ പവേർഡ് മണി എത്രയാണ്, ഇത് ഡിവൈഡ് ചെയ്ത് നമുക്ക് മണി മൾട്ടിപ്ലയർ കിട്ടും. ഓക്കെ, മണി മൾട്ടിപ്ലയർ എന്താണ്? മണി സപ്ലൈ എത്രയുണ്ട്, നമ്മുടെ എക്കോണമിയിൽ മണി സപ്ലൈ എത്രയുണ്ട്, അതുപോലെ ഹൈ പവേർഡ് മണി എത്രയുണ്ട്, ഇതിന്റെ തമ്മിലുള്ള ഇതാണ് എന്തെന്ന് പറയുന്നത്? മണി മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പൊ മണി മൾട്ടിപ്ലയർ is a key determinant of money supply. മണി സപ്ലൈയുടെ ഒരു കീ ഡിറ്റർമിനന്റ് ആണ്. Money supply is calculated by multiplying the amount of high powered money by money multiplier. അപ്പൊ നമ്മൾക്ക് M/H ആണ് മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി സപ്ലൈ ആണ്. അപ്പൊ അതിൽ നിന്ന് മണി സപ്ലൈയുടെ ഇക്വേഷൻ എന്താണ്? മണി സപ്ലൈ എത്രയുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഹൈ പവേർഡ് മണി ഇൻറ്റു, അതായത് H എന്ന് കൊടുത്താൽ മതി. ഹൈ പവേർഡ് മണിക്ക് H, ഹൈ പവേർഡ് മണി ഇൻറ്റു മണി മൾട്ടിപ്ലയർ ചെയ്താൽ മതി. മണി മൾട്ടിപ്ലയർ എന്ന് കൊടുക്കാം. മണി മൾട്ടിപ്ലയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മണി സപ്ലൈ കാണാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഒരു സംശയം തോന്നാം, മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ ആവശ്യമായിട്ടുള്ളത്, ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയല്ലേ എന്ന് തോന്നും. അങ്ങനെയല്ല, ഇനിഷ്യൽ എമൗണ്ട്, അതായത് എത്ര ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഹൈ പവേർഡ് മണി. അതാണ് മോണിറ്ററി ബേസ്. എത്ര ക്രിയേഷൻ വേണം, അതിനാണ് നമ്മൾ എത്ര ആവശ്യമായിട്ടുണ്ട്, അതുപോലെ പബ്ലിക്കിന് വേണ്ടത് കറൻസി, എക്സസ് റിസർവ് എത്ര വേണം, റിക്വയർഡ് റിസർവ്, ഇതൊക്കെ നോക്കുന്നത് ഇനിഷ്യൽ ബേസ് ആണ്, ഇനിഷ്യേറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത് ഹൈ പവേർഡ് മണി. ഓക്കെ, ആദ്യം ഉള്ളത് എത്ര ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്, നമ്മുടെ എക്കോണമിയിൽ എത്രയുണ്ട്, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഡിവൈഡ് ചെയ്യുന്നതാണ് മണി മൾട്ടിപ്ലയർ. ഓക്കെ, the money multiplier is a key determinant of money supply. the money multiplier എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മണി സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാൻ ഹൈ പവേർഡ് മണിയെ മണി മൾട്ടിപ്ലയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി അല്ലെ. മണി മൾട്ടിപ്ലയർ ഇറ്റ്സെൽഫ് is influenced by factors like reserve requirement ratio, currency ratio, excess reserve ratio അല്ലെ. നമ്മൾ പറഞ്ഞു
ഹൈ പവേർഡ് മണി എന്തിനൊക്കെ ചെയ്യുന്നത്? റിസർവ് റേഷ്യോ, അതുപോലെ എക്സസ് റിസർവ്, അതുപോലെ റിക്വയർഡ് റിസർവ്, കറൻസി. മൂന്നെണ്ണം അല്ലെ? റിക്വയർഡ് റിസർവ്, എക്സസ് റിസർവ്, കറൻസി. അപ്പൊ ഇതിന്റെ റേഷ്യോ ആണ് മൾട്ടിപ്ലയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിസർവ് റിക്വയർമെന്റ് റേഷ്യോ എത്രയാണെന്നുള്ളത് നോക്കും, കറൻസി റേഷ്യോ എത്രയാണ് വേണ്ടതെന്ന് നോക്കും, എക്സസ് റിസർവ് റേഷ്യോ. ഇത് മൂന്നുമാണ് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. Money multiplier is a crucial factor in determining the overall money supply. Affect ചെയ്യുന്ന ഒരു important ആയിട്ടുള്ള factor ആണ് money multiplier. It indicates how much the initial injection of high powered money can be expanded through banking system. Banking system വഴി എത്രയാണ് initial injection ഹൈ പവേർഡ് മണി വേണം, എത്രയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് മണി മൾട്ടിപ്ലയർ ആണ്. ഓക്കെ, അപ്പൊ ഹൗ മച്ച്, എത്ര ഇഞ്ചക്ഷൻ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തെ എക്സ്പാൻഡ് ചെയ്യാൻ എത്ര കൂടെ ഇഞ്ചക്ഷൻ വരണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? മണി മൾട്ടിപ്ലയർ ആണ്. അപ്പൊ ഇവർ രണ്ടുമാണ് മണി സപ്ലൈ തീരുമാനിക്കുന്ന രണ്ട് ഡിറ്റർമിനൻസ്. ആരൊക്കെയാണ്? ഹൈ പവേർഡ് മണി, മണി മൾട്ടിപ്ലയർ. ഓക്കെ ആണോ? ഇനി നമ്മൾ പഠിക്കാൻ വന്ന ടൈപ്സ് ഓഫ് മണി ആണ്. മണി വിവിധ തരത്തിലുണ്ട്. നമ്മൾ ഇത് ടേംസ് അറിയില്ലെന്നേ ഉള്ളായിരിക്കും, നമ്മൾ ഈ മണി എല്ലാം കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഈ ടേം കണ്ട് ആരും പേടിക്കണ്ട, നമ്മൾ ഈ മണി എല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ഫിഡ്യൂഷ്യറി മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ്, ഫിഡ്യൂഷ്യറി മണി. ഫിഡ്യൂഷ്യറി മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡിന്റെയോ സിൽവറിന്റെയോ ഇതിലല്ല നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മൾ ഒരു ട്രസ്റ്റിന്റെ പേരില് അല്ലെങ്കിൽ ഒരു പ്രോമിസ് ഓഫ് പേയ്മെന്റ്, ഇത്ര ഇത് അടച്ചിരിക്കാം എന്നതിന്റെ ഉറപ്പിന്മേലൊക്കെ കൊടുക്കുന്നത്. അത് എന്താണ് ശരിക്കും? ചെക്ക്, ബാങ്ക് നോട്ട്, ടോക്കൺ കോയിൻസ്, ഇലക്ട്രോണിക് ക്രെഡിറ്റ്, ഇതൊക്കെ എന്തിനടി വരുന്നതാണ്? ഫിഡ്യൂഷ്യറി മണിയാണ്. നമുക്കിത് പേരറിയത്തില്ലെന്നല്ലേ ഉള്ളായിരുന്നു, നമുക്കറിയാം, നമ്മൾ ജനറലി കേൾക്കുന്നതാണ്, പക്ഷെ ഇതിന്റെ പേര് ഫിഡ്യൂഷ്യറി മണി എന്നാണ്. ഓക്കെ, ഫിഡ്യൂഷ്യറി മണി is a type of money backed by a trust or promise of payment rather than being backed by a physical commodity like gold or silver. ന്റെ ബാക്ക് ഒന്നുമില്ല, അതിന്റെ നിലവിലല്ല നമ്മൾ എടുക്കുന്നത്, ട്രസ്റ്റ് ഓർ പ്രോമിസ് ഓഫ് പേയ്മെന്റിന്റെ ഇതിലാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? ഫിഡ്യൂഷ്യറി മണി. ഇതാണ് പേപ്പർ ചെക്ക്, ബാങ്ക് നോട്ട്, ടോക്കൺ കോയിൻ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ഒക്കെ ഫിഡ്യൂഷ്യറി മണിയാണ്. അടുത്തത് ഫുൾ ബോഡീഡ് മണി അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറൻസി നോട്ട്സും കോയിൻസും ഒക്കെയാണ്. അതായത് സെൻട്രൽ ബാങ്ക് ഇറക്കുന്നതാണ്. അതിന് എന്തിന്റെ ഇതിലായിരിക്കും? ഗോൾഡ് റിസർവിന്റെ ഇതിലായിരിക്കും. ഗോൾഡ് സ്റ്റാൻഡേർഡ് മണി ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗോൾഡ് സ്റ്റാൻഡേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗോൾഡ് സ്റ്റാൻഡേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ്ഡ് പ്രൈസിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ഗോൾഡ് ആക്കാൻ പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്? ഈ ബിറ്റ് കോയിൻസ് ഒക്കെ ഉണ്ടായി, ബിറ്റ് കോയിൻ അല്ല, ബിറ്റ് കോയിൻ ട്രേഡിങ്ങിനാണ്. കോയിൻസ് അങ്ങനെയുള്ള ഇതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്? ഫുൾ ബോഡി ഗോൾഡ് സ്റ്റാൻഡേർഡ് മണിയാണ്. നമുക്കത് പെട്ടെന്ന് കോയിൻ ഒക്കെ എന്താണ്? ഗോൾഡ് കോയിൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു എക്സാമ്പിൾ ആണ് ഗോൾഡ് കോയിൻ, ഗോൾഡ് ബിസ്ക്കറ്റ്, അങ്ങനെയൊക്കെ ഇറങ്ങത്തില്ലേ? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് ഗോൾഡ് ആക്കി എടുക്കാൻ പറ്റും. അങ്ങനത്തെയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദിസ് റെഫേഴ്സ് ടു കറൻസി നോട്ട്സ് ആൻഡ് കോയിൻസ് issued by central bank and are backed by gold reserve ആയിരിക്കും. അപ്പൊ it is freely convertible into gold at a fixed price and a country settles all its international transaction using gold. ഗോൾഡ് ഉപയോഗിച്ച് ഇന്റർനാഷണൽ ട്രേഡ് നടത്താനായിട്ട് പറ്റുന്ന ഇതാണ്. അതിന് നമ്മൾ ഫുൾ ബോഡീഡ് മണി അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് മണി, നമ്മൾ ബിസ്ക്കറ്റ് രൂപങ്ങളിൽ, അതുപോലെ ഗോൾഡ് കോയിൻ രൂപത്തിൽ, അതൊക്കെ ഗോൾഡ് സ്റ്റാൻഡേർഡ് മണിയാണ്. പെട്ടെന്ന് നമുക്ക് ഗോൾഡ് ആക്കി ഗോൾഡിന്റെ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുന്നത്. ഓക്കെ, ലീഗൽ ടെൻഡർ. തേർഡ് വൺ ഈസ് ലീഗൽ ടെൻഡർ. ലീഗൽ ടെൻഡർ എന്താ? നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന മണി. This refers to bank notes and coins which are issued by central bank and must be acceptable by law as a medium of exchange by people in a given country. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് എല്ലാവരും നിയമത്തിന് മുന്നിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, എല്ലാവരും ഉപയോഗിക്കുന്ന സെൻട്രൽ ബാങ്ക് ഇറക്കിയ നോട്ടും ഇന്ത്യൻ ഗവൺമെന്റ് ഇറക്കിയ കോയിനും, ഇതെല്ലാം എന്താണ്? ലീഗൽ ടെൻഡർ ആണ്. ഇത് ഗോൾഡിന്റെ ഇതിലല്ലോ, നമ്മൾ ഗോൾഡിന്റെ ഇതിലല്ല പറയുന്നത്. ലീഗൽ ടെൻഡർ നോർമൽ നോട്ട്, കറൻസി നോട്ട്സും കോയിൻസും ആണ് ലീഗൽ ടെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫിഡ്യൂഷ്യറി മണി, അതായത് നമ്മളൊരു ട്രസ്റ്റ്, പ്രോമിസ് ഓഫ് പേയ്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞു
അത് ചെക്കുകള്, ടോക്കൺ കോയിൻ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ഒക്കെ വരും. ഫുൾ ബോഡീഡ് മണി അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് മണിയെ നമുക്ക് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇന്റർനാഷണൽ ട്രേഡിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ലീഗൽ ടെൻഡർ, നോർമൽ കറൻസി നോട്ട്സും കോയിൻസും. ഓക്കെ, ഫിയാറ്റ് മണി അല്ലെങ്കിൽ ഓർഡർ മണി. ഫിയാറ്റ് മണി അല്ലെങ്കിൽ ഓർഡർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോട്ട് ബാക്ക്ഡ് ബൈ ഫിസിക്കൽ കമോഡിറ്റി ലൈക്ക് ഗോൾഡ് ഓർ സിൽവർ. ഗോൾഡ് സിൽവർ മൂലം ഇറക്കുന്നതല്ല, പക്ഷെ ഓരോ ഗവൺമെന്റും പബ്ലിക് ട്രസ്റ്റിൽ ഇറക്കുന്ന ഒരു ഇതാണ് ഗവൺമെന്റ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഓരോ ഗവൺമെന്റ് ഇറക്കുന്ന അവരുടെ കറൻസി ഉണ്ടായിരിക്കും അല്ലെ, അതാണ് ഫിയാറ്റ് മണി അല്ലെങ്കിൽ ഓർഡർ മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് US ഡോളർ, യൂറോ, ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഗവൺമെന്റ് ഇറക്കുന്നതാണ് അല്ലെ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയാറ്റ് മണി അല്ലെങ്കിൽ ഓർഡർ മണിയാണ്, അതായത് ഒരു ഗവൺമെന്റ് ഇറക്കുന്നതാണ്. അപ്പം this money refers to currency that is not backed by a physical commodity like gold or silver. ഗോൾഡിന്റെയോ സിൽവറിന്റെയോ ബാക്കപ്പിലല്ല, നമ്മൾ ഗവൺമെന്റിന്റെ ഇതിൽ, അതായത് ഗവൺമെന്റ് ഇറക്കുന്നതാണ്. അതായത് ഗവൺമെന്റ് ഇപ്പം US ഡോളർ, നമ്മൾ ഓരോ ഇതില് ഓരോ ഇതാണ് നമ്മുടെ കറൻസിക്ക് വിളിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പി, അതൊക്കെ ഓർഡർ മണി അല്ലെങ്കിൽ ഫിയാറ്റ് മണിയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എത്രണ്ണം പഠിച്ചു? ഫിഡ്യൂഷ്യറി മണി, ഗോൾഡ് സ്റ്റാൻഡേർഡ് മണി, ലീഗൽ ടെൻഡർ മണി, ഫിയാറ്റ് മണി ഓർ ഓർഡർ മണി. ഹാർഡ് കറൻസി, ഇതും നിങ്ങൾ PSC ചോദ്യങ്ങളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഹാർഡ് കറൻസി അഥവാ കൺവേർട്ടബിൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാതെ ഏതൊരു രാജ്യമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് കൺവേർട്ടബിൾ മണി. ലീഗൽ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺവേർട്ടബിൾ മണിയാണ്. നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ വേറൊരു രാജ്യത്തിന്റെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ദിസ് ഇസ് മണി ഓർ കറൻസി ദാറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച് ഇൻടു അതർ കറൻസീസ്. നമുക്ക് മറ്റ് കറൻസിയുടെ ഫോമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. യൂറോ, ബ്രിട്ടീഷ് പൗണ്ട്, സ്റ്റേർലിംഗ്, US ഡോളർ, ജാപ്പനീസ് യെൻ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യൻ കറൻസി ആക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. അങ്ങനത്തെ കറൻസിയാണ് കൺവേർട്ടബിൾ മണി, ഒരു ഹാർഡ് കറൻസി. ഇങ്ങനെയുണ്ട് എന്ന് നമുക്കറിയാം, പക്ഷെ അതിന്റെ പേര് ഹാർഡ് കറൻസി ആണെന്ന് ചിലപ്പോൾ അറിയില്ല. ഹാർഡ് കറൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, മറ്റു രാജ്യങ്ങളിലെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മണിയാണ് ഹാർഡ് കറൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറന്നു പോകരുത് ആ ഒരു ടേം. ദാറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച് ഇൻടു അതർ കറൻസീസ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ്. റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ മറ്റൊരു കൺട്രിയുടെ കറൻസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ലീഗൽ ടെൻഡർ ഒരു കൺവേർട്ടബിൾ മണിയാണ്. ഓക്കെ, അപ്പൊ ഇനി മാനേജ്ഡ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കൺട്രിയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്ക് വേറൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, ദിസ് റെഫേഴ്സ് ടു മണി വിച്ച് ഈസ് യൂസ്ഡ് വിതിൻ വൺ കൺട്രി. ഒരു കൺട്രിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. only and is not fully convertible into other currencies. ഫുൾ ആയിട്ട് മറ്റ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതാണ് മാനേജ്ഡ് കറൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ കൺട്രിയിൽ മാത്രം. അപ്പൊ ഹാർഡ് കറൻസി മാനേജ്ഡ് കറൻസിയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ. ഹാർഡ് കറൻസി എന്ന് പറഞ്ഞാൽ കൺവേർട്ടബിൾ കറൻസിയും മാനേജ്ഡ് കറൻസി നോൺ കൺവേർട്ടബിൾ, നോട്ട് ഫുള്ളി കൺവേർട്ടബിൾ കറൻസിയാണ്. അപ്പൊ ഹാർഡ് കറൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച് ഇൻടു അതർ കറൻസീസ്. നമുക്ക് മറ്റ് കറൻസി ആയിട്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും, നിയമങ്ങളൊന്നും അതിനില്ല. അപ്പം ആ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. മാനേജ്ഡ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫുള്ളി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ക്വാസി മണി. ക്വാസി മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾസോ നോൺ ആസ് നിയർ മണി അല്ലെങ്കിൽ ക്യാഷ് ഇക്വാലൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് അതിന്റെ മൂല്യം നഷ്ടപ്പെടാതെ ക്യാഷ് ആക്കാൻ പറ്റുന്ന ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള എല്ലാത്തിനെയും നമുക്ക് ക്വാസി മണി എന്ന് വിളിക്കാം. ചെക്ക് ഒരു ക്വാസി മണിയാണ്. പെട്ടെന്ന് നമുക്ക് അതിന്റെ വാല്യൂ നഷ്ടപ്പെടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മണി ആക്കി എടുക്കാൻ പറ്റുന്നതാണ് ക്വാസി മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്വാസി മണി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമുക്ക് അതിനെ നിയർ മണി അല്ലെങ്കിൽ ക്യാഷ് ഇക്വാലൻസ് എന്നൊക്കെ വിളിക്കും. അതായത് എങ്ങനെയുള്ള അസറ്റ്സ് ആണ്? ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ്. ഹൈലി ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി, അതിന്റെ വാല്യൂ പോകാതെ തന്നെ ക്യാഷ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ് ക്വാസി മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടേംസ് ആണ് നമുക്ക് അറിയാത്തത്. നമുക്ക് സംഭവം എന്താണെന്നുള്ളത് അറിയായിരിക്കും, നമ്മൾ സ്ഥിരം കേൾക്കുന്നതുമായിരിക്കും, പക്ഷെ ആ ടേം ആണ് നമുക്ക് കേട്ടിട്ടില്ലാത്തത്. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളതാണ്, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഫിഡ്യൂഷ്യറി മണി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് മണിയാ പഠിച്ചത്? ഗോൾഡ് സ്റ്റാൻഡേർഡ് മണി പഠിച്ചു, ലീഗൽ ടെൻഡർ മണി പഠിച്ചു,
ഫിയാറ്റ് മണി പഠിച്ചു, ഹാർഡ് കറൻസി പഠിച്ചു. ഹാർഡ് കറൻസി, മാനേജ്ഡ് കറൻസി, ക്വാസി മണി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഹാർഡ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഹാർഡ് കറൻസി എന്നൊരു വാക്ക് അല്ലെ. ഹാർഡ് കറൻസി, ലിക്വിഡിറ്റി, ഹൈ പവേർഡ് മണി ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്വാസി മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാസി മണി. ഓക്കെ, ഇനി ബാങ്കിങ്. നമ്മൾ ഇത്രയും നേരം മണിയെ പറ്റിയിട്ടായിരുന്നു പഠിച്ചത്. മണി വരുന്നതിന് മുമ്പുള്ള ബാർട്ടർ സിസ്റ്റം, മണി, ഡിമാൻഡ് ഓഫ് മണി എന്താണ്, സപ്ലൈ ഓഫ് മണി എന്താണെന്നുള്ളത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സപ്ലൈ ഓഫ് മണി ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഹൈ പവേർഡ് മണി, അതുപോലെ തന്നെ മണി മൾട്ടിപ്ലയർ പഠിച്ചു. അത് കഴിഞ്ഞ് ടൈപ്സ് ഓഫ് മണി പഠിച്ചു. ഇനി ബാങ്കിങ്. ബാങ്കിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ കൊമേഴ്സിന്റെ മൊഡ്യൂൾ 4 ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസിൽ എല്ലാം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് എടുത്ത് വീണ്ടും പറയുന്നില്ല. സെയിം സാധനം തന്നെയാണ്. ബാങ്കിങ്ങിന്റെ ജസ്റ്റ് നമുക്കൊരു സ്ട്രക്ചർ നോക്കാം. ഓക്കെ, ബാങ്കിങ് റെഫേഴ്സ് ടു ബിസിനസ് ഓഫ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാങ്കിങ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാങ്കിങ് റെഫേഴ്സ് ടു ബിസിനസ് ഓഫ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ, അവരുടെ ഡ്യൂട്ടി എന്താ, ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അപ്പൊ എന്തൊക്കെയാണ് അവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ്സ് നടത്തും അല്ലെ. ബാങ്ക് എന്ത് ചെയ്യും, accept deposits from individuals and businesses, providing a safe place to store funds. അതായത് ബാങ്ക് ഇൻഡിവിജ്വൽസിൽ നിന്നും ബിസിനസ് ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ബിസിനസിന്റെ കയ്യിൽ നിന്നൊക്കെ എന്ത് വാങ്ങും, ഡെപ്പോസിറ്റ് വാങ്ങി സൂക്ഷിക്കും. നമ്മൾ എന്തായിട്ടാ ബാങ്കിനെ കാണുന്നത്, ഒരു സേഫ് പ്ലേസ് ടു സ്റ്റോർ ഫണ്ട്സ്. നമ്മുടെ കയ്യിൽ വെക്കുന്നതിനേക്കാൾ ബാങ്കിൽ വെക്കുമ്പോഴാണ് സേഫ് എന്നുള്ള ഒരു സേഫ് പ്ലേസ് ആയിട്ടാണ് നമ്മൾ ബാങ്കിനെ കാണുന്നത്. അങ്ങനെയാണല്ലോ. Customers can access their deposit through various channels. നമുക്ക് ആ കിടക്കുന്ന ഡെപ്പോസിറ്റ് നമുക്ക് വേരിയസ് വഴി കൂടി നമുക്ക് എടുക്കാം. ഏതൊക്കെ വഴി എടുക്കാം, ATM കാർഡ് വഴി എടുക്കാം, ചെക്ക് വഴി എടുക്കാം, ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, ലെൻഡിങ് എന്താ, കടം കൊടുക്കുക അല്ലെ. പൈസ കടം കൊടുക്കുന്ന ഡ്യൂട്ടി ഉണ്ട് ആർക്ക്, ബാങ്കിന്. ബാങ്ക്സ് ഓഫർ ലോൺസ് ആൻഡ് ക്രെഡിറ്റ് ടു ബോറോവേഴ്സ്. ആവശ്യമുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു, ലോൺസ് കൊടുക്കുന്നു, ലോൺസ് ആൻഡ് ക്രെഡിറ്റ് കൊടുക്കുന്നു. ഫൈനാൻസിങ് ഇൻവെസ്റ്റ്മെന്റ്, പർച്ചേസസ്, ബിസിനസ് ഓപ്പറേഷൻസ് ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നു. ലോൺസ് മേ ഇൻക്ലൂഡ്, ലോൺസിനകത്ത് എന്തൊക്കെ വരും, മോർഗേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് എന്താണ്, കേട്ടിട്ടുണ്ടാവുമല്ലോ, പണയം എന്നുള്ളതാണ്. നമ്മൾ നോർമലി വീടിന്റെ ഒക്കെ കേസിലാണ് പണയം വെച്ച് പൈസ എടുക്കുക എന്ന് പറയുന്നത് അല്ലെ. പേഴ്സണൽ ലോൺസ് കൊടുക്കും, ബിസിനസ് ലോൺസ് കൊടുക്കും. അങ്ങനെ ലെൻഡിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ആര്, ബാങ്ക് എന്ന് പറയുന്നത്. പൈസ കടം കൊടുക്കുന്നു. അപ്പൊ ഡെപ്പോസിറ്റ്, നമ്മുടെ പൈസ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ലെൻഡിങ് കപ്പാസിറ്റി, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്, ബാങ്കിന്റെ ഡ്യൂട്ടിയാണ്. അടുത്തത് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ. ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ആണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സേവേഴ്സും ബോറോവേഴ്സും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആരൊക്കെ തമ്മിലാ, സേവറും ബോറോവറും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറി അല്ലെ. അതായത് ഫണ്ട്സ് സേവറിന്റെ, ചാനലിംഗ് ഫണ്ട്സ് ഫ്രം സേവർ ടു ബോറോവേഴ്സ്. സേവറിന്റെ കയ്യിൽ നിന്ന് അത് ആവശ്യമുള്ള ആളുടെ കയ്യിലേക്ക് എത്തിക്കുന്നു. അതാണ് ബാങ്കിന്റെ ഡ്യൂട്ടി. ഒരു ഇന്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്നു സേവറും ബോറോവറും തമ്മിൽ. ഓക്കെ, പണം സേവ് ചെയ്യുന്ന ആള് ആ ആളുടെ കയ്യിൽ നിന്ന് ബോറോവറുടെ കയ്യിലേക്ക്, അങ്ങനെ ഒരു ഇന്റർമീഡിയറി റോൾ ആണ് ബാങ്കിനുള്ളത്. They play a crucial role in allocating capital within the economy and facilitating investment and economic growth. ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട് ക്യാപിറ്റൽ, എക്കോണമിയിലെ ക്യാപിറ്റൽ നേരായ രീതിയിൽ അലോക്കേറ്റ് ചെയ്യുന്നതിലും ഇൻവെസ്റ്റ്മെന്റും എക്കണോമിക് ഗ്രോത്തും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൽ ആർക്ക് പങ്കുണ്ട്, ബാങ്കിനുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ. അതുപോലെ പേയ്മെന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാങ്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന പേയ്മെന്റ് സർവീസ്, ചെക്ക്, ഇലക്ട്രോണിക് ട്രാൻസ്ഫർ, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്, അങ്ങനെയുള്ള നിരവധി പേയ്മെന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ, ഇൻഡിവിജ്വൽസും ബിസിനസ്സും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാങ്ക്സ് പ്രൊവൈഡ് പേയ്മെന്റ് സർവീസസ് സച്ച് ആസ് പ്രോസസിംഗ് ചെക്സ്, facilitating electronic transfer, issuing credit and debit cards to enable transaction between individuals and businesses. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ബാങ്കിന്റെ ഫങ്ഷൻസ് അല്ലെ. ബാങ്ക് നോർമലി ചെയ്യുന്നത്
ഇതൊക്കെയാണ്. അപ്പൊ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ദാറ്റ് ടേക്സ് ആൻഡ് ക്രിയേറ്റ്സ് ക്രെഡിറ്റ് ഫ്രം ജനറൽ പബ്ലിക്. അപ്പം ആളുകളുടെ കയ്യിൽ നിന്ന് മണി എടുക്കുന്നു, ഡിപ്പോസിറ്റ് ചെയ്യുന്നു, ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് ബാങ്കിന്റെ ഡ്യൂട്ടി. അപ്പൊ ലെൻഡിങ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നടക്കാം, ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ത്രൂ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, മണി മാർക്കറ്റ് എന്താണ് എന്നൊക്കെ നിങ്ങൾ മൊഡ്യൂൾ 3 കൊമേഴ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ഈ ബാങ്കിന്റെ തന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കും RBI ഉണ്ട്. RBI എന്താ ചെയ്യുന്നത്, മോണിറ്ററി അതോറിറ്റി ആണ്. RBI ആണ് സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു, എല്ലാവരെയും നിയന്ത്രിക്കുന്നു, എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിനെയും നിയന്ത്രിക്കുന്ന ഡ്യൂട്ടിയാണ്. അതുപോലെ നോട്ട് ഇറക്കുന്നത് ആരാണ്, RBI ആണ്. സുപ്രീം പവർ ആണ് അല്ലെ, അതായത് സെൻട്രൽ മോണിറ്ററി അതോറിറ്റി ആണ് RBI ക്ക് ഉള്ളത്. RBI പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഡ്യൂട്ടി എന്താണ്, that accept deposit from general public ൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ മണി ഉപയോഗിച്ച് to provide advance loans പ്രൊവൈഡ് ചെയ്യുന്നു. വെറൈറ്റി പർപ്പസസിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മണി ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഡ്യൂട്ടി. അപ്പൊ RBI, കൊമേഴ്ഷ്യൽ ബാങ്ക്, മറ്റ് ബാങ്കുകളെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. ഫോറിൻ ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഇതെല്ലാം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ എക്കണോമിക്സിന്റെ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന മണി ആൻഡ് ബാങ്കിങ്ങിനെ പറ്റി അറിയേണ്ട സാധനങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ ബാർട്ടർ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി, ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് പഠിച്ചു അല്ലെ, ലിക്വിഡിറ്റി പ്രിഫറൻസ്, 3 മോട്ടീവ്, ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഹൈ പവേർഡ് മണി, അതുപോലെ തന്നെ മണി മൾട്ടിപ്ലയർ എന്താണ്, ടൈപ്സ് ഓഫ് മണി, ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.